ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിലുള്ള സ്നേഹവന്ദനം ആദ്യം അറിയിക്കുകയാണ്. വചന വഴിയിലെ ഈശോയോടൊപ്പം രണ്ടാമത്തെ വ്ലോഗിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ലൂക്ക സുവിശേഷത്തിലൂടെയാണ്. ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ കടന്നു വരികയാണ്. ഈശോൻ്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ കടന്നു വന്നുകൊണ്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കർത്താവെ, യോഹന്നാൻ അവൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ, വളരെ വ്യക്തമാണ് അവിടെ, യോഹന്നാൻ അവൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ കർത്താവെ, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കർത്താവെ, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ ചിന്തയിലേക്ക് ഈ ഒരു വചനം കടന്നു വരികയാണ്. കാരണം പലപ്പോഴും പലരോടും പ്രാർത്ഥിക്കണം 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 എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും അവർക്കുള്ളൊരു ഉത്തരം കൂടിയാണിത്. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ തന്നെ യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. നിങ്ങൾ ബൈബിൾ എടുക്കുക, ലൂക്കയുടെ സുവിശേഷം എടുക്കുക, 11-ാം അധ്യായം എടുക്കുക, അതിൻ്റെ ആദ്യ വാക്യങ്ങളിലൂടെ കടക്കുക. അവിടെ പറയുന്ന വളരെ വ്യക്തമാണ്, കർത്താവെ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ചിന്ത എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നീ കടന്നു ചെല്ലുമ്പോൾ നമ്മളും ഇപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. കർത്താവെ, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. എത്ര വലിയ പ്രാർത്ഥനക്കാരനായിക്കോട്ടെ, എത്ര വലിയ വിശ്വാസി ആയിക്കോട്ടെ, എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ ഒരു വട്ടമെങ്കിലും നീ കടന്നു ചെന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ നിനക്ക് സാധിക്കണം. തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.